Next speech, Zakat, the realization through sharing, by Professor T.P. Abdurazak Bakawi. Assalamu alaikum warahmatullah. Alhamdulillahi rabbil alameen. Allahumma salli ala Muhammadin wa ala ali Muhammad amma ba'd. Fa inna khayral hadithi kitabullah wa khayral hadi hadi Muhammadin sallallahu alayhi wa sallam. Wa sharral umuri muhdathatuha wa kulla bid'atin dalalah. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Khudh min amwalihim sadaqatan tutahhiruhum wa tuzakkihim biha. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മതത്തിൻ്റെ, ഇസ്ലാമിൻ്റെ സുപ്രധാനമായ ആരാധനാ കർമ്മങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് എന്ന പദത്തിന് തന്നെ വിശുദ്ധി, വളർച്ച എന്നെല്ലാം അർത്ഥമുണ്ട്. സാധാരണ രാഷ്ട്രം ചുമത്തുന്ന നികുതി പോലെയല്ല ഇസ്ലാമിലെ സക്കാത്ത്. മനുഷ്യന് അള്ളാഹു നൽകിയ ധനത്തിൻ്റെ തോതനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട വകുപ്പുകളിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി തൻ്റെ ധനത്തിൻ്റെ ഒരു ഭാഗം നീക്കിവെക്കുക എന്നതാണ് സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമസ്കാരമെന്ന മഹത്തായ കർമ്മത്തോട് ചേർത്ത് വിശുദ്ധ ഖുർആനിൽ 30-ലധികം ആയത്തുകളിൽ സക്കാത്ത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അഖീമുസ്സലാ വ ആത്തുസ്സക്കാ അല്ലദീന യുഖീമൂന സ്വലാത്ത വ യൂത്തൂന സക്കാ തുടങ്ങിയ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക എന്നതോട് ചേർത്ത് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നതായി നമുക്ക് കാണാം. സക്കാത്ത് ഒരു മുസ്ലിം തൻ്റെ ധനത്തിൻ്റെ തോതനുസരിച്ച് നൽകേണ്ട, നീക്കിവെക്കേണ്ട ഒരു വിഹിതമാണ്. ചോദിച്ചു വരുന്നവർക്ക് മാത്രമല്ല, ജീവിതമാർഗം തടയപ്പെട്ടവർക്കും അവരുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന ഖുർആനിൻ്റെ പ്രഖ്യാപനം ശ്രദ്ധേയമാണ്. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവർക്കും ജീവിതമാർഗം തടയപ്പെട്ടവർക്കും അവരുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇസ്ലാമിൻ്റെ പ്രഭാവകാലത്ത് ഇസ്ലാമികമായ കർമ്മങ്ങളും നടപടിക്രമങ്ങളും ഏതു വിധത്തിൽ നടപ്പാക്കിയിരുന്നോ അതുപോലെ തന്നെ അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് കൃത്യമായ ലക്ഷ്യത്തിൽ അത് എത്തിച്ചേരുക. പ്രവാചകന് നൽകപ്പെട്ട ഒരു നിർദ്ദേശമാണ് നമ്മൾ ആദ്യം കേട്ട ഖുർആനിക വചനത്തിലുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പ്രവാചകനോട്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വ തുസക്കീഹിം ബിഹ. താങ്കൾ അവരുടെ സ്വത്തിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കണം, ദാനം സ്വീകരിക്കണം. അതുവഴി അവരെ സംസ്കരിക്കുകയും വിമലീകരിക്കുകയും ചെയ്യുവാൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ധനത്തിന് വിശുദ്ധി നൽകുന്നതോടൊപ്പം മനുഷ്യനെ, അവൻ്റെ മനസ്സിനെ വിമലീകരിക്കുക കൂടി ചെയ്യുക സക്കാത്തിൻ്റെ ലക്ഷ്യമാണ്. പ്രവാചകൻ സക്കാത്ത് സ്വരൂപിക്കുവാനും സ്വീകരിക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരുന്നു. സക്കാത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് തുടങ്ങുന്ന വചനത്തിലെ 8 വിഭാഗത്തെ എണ്ണിയ കൂട്ടത്തിൽ ഒരു വിഭാഗം വൽ ആമിലീന അലൈഹ, ആ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഇതാണ് ഖുർആൻ പറയുന്നത്. സക്കാത്ത് സ്വരൂപിക്കുവാനും അത് വിതരണം ചെയ്യുവാനും ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സക്കാത്തിൻ്റെ വിഹിതം പറ്റുന്ന ഒരു വിഭാഗമായി ഖുർആൻ എണ്ണിയിട്ടുണ്ട്.
എന്തിനാണ് ഒരു വ്യക്തി തൻ്റെ സക്കാത്ത് മറ്റൊരാൾക്ക് നൽകുമ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ, ഈ ആമിലീന അലൈഹ എന്ന പ്രയോഗം തന്നെ സക്കാത്തിൻ്റെ വിതരണ രീതിയെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പ്രബോധകനായും ഗവർണറായും മുആദ് ബിൻ ജബൽ എന്ന പ്രമുഖ സഹാബിയെ നിയോഗിച്ചയച്ചപ്പോൾ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ കൂട്ടത്തിൽ സക്കാത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമുണ്ട്. ആദ്യം അവരെ ഷഹാദത്ത് കലിമയിലേക്ക് ക്ഷണിക്കണം, അത് അംഗീകരിച്ചാൽ നമസ്കാരം പഠിപ്പിക്കണം, അതും അംഗീകരിച്ചാൽ അവർക്ക് സക്കാത്ത് പഠിപ്പിക്കണം, മറ്റു കാര്യങ്ങളും തുടർന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സക്കാത്തിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞത് തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം എന്നാണ്. അവരുടെ ധനത്തിൽ നിന്ന്, ധനികരുടെ ധനത്തിൽ നിന്ന് വാങ്ങണം, ധനികരോട് വാങ്ങണം, ദരിദ്രർക്കിടയിൽ വീതിച്ചു കൊടുക്കണം എന്നാണ്. ധനികരോട് വാങ്ങുകയും ദരിദ്രർക്കിടയിൽ വീതിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് സക്കാത്തിൻ്റേത്. അത് വാങ്ങിക്കൊടുക്കുവാനുള്ള ഏജൻസി ഇസ്ലാമിക ഭരണകൂടമാണ്. ഇസ്ലാമിക ഭരണാധികാരി നിർവഹിച്ചിരുന്ന പലതും ഇസ്ലാമിക സമൂഹത്തിൽ ഇന്നും കൃത്യമായി നടന്നു വരുന്നുണ്ട്. ഖലീഫയില്ലാത്തത് കൊണ്ട് പള്ളിയിലെ ജമാഅത്ത് മുടങ്ങുന്നില്ല. ഖലീഫയില്ലാത്തത് കൊണ്ട് വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കപ്പെടാതെ പോകുന്നില്ല. മുഹമ്മദ് നബിയായിരുന്നു പ്രവാചകന്റെ കാലത്ത്, അദ്ദേഹമാണ് ഖുതുബ നിർവഹിച്ചിരുന്നത്. പള്ളിയിൽ ഇമാമ് നിന്നിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖാണ് പള്ളിയിലെ ഇമാമും ഖത്തീബും. ഓരോ ഖലീഫമാരും പള്ളിയിലെ ഖത്തീബുമാരായിരുന്നു. ഇസ്ലാമിക ഭരണം നിലവിലില്ലാത്തതുകൊണ്ട് ഇന്ത്യ രാജ്യത്തോ മറ്റു രാജ്യങ്ങളിലോ ഇമാമത്ത് നിർവഹിക്കപ്പെടാതെ പോകുന്നില്ല. ഇതുപോലെ ഒരു ബദൽ സംവിധാനം എന്ന നിലയ്ക്കാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ പോലെയുള്ള നവോത്ഥാന സംഘടനകൾ സക്കാത്ത് സെല്ലുകൾ രൂപീകരിച്ചുകൊണ്ട് മഹല്ലടിസ്ഥാനത്തിൽ സക്കാത്ത് സ്വരൂപിച്ച് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സക്കാത്തിൻ്റെ രീതിയിൽ നിന്ന് വ്യതിചലിക്കാൻ ചില ആളുകൾ ശ്രമിച്ചപ്പോഴാണ് ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കെതിരിൽ യുദ്ധ നടപടികൾ ആരംഭിച്ചത് എന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ഒരൊട്ടകത്തിൻ്റെ കുട്ടി, ഒരാട്ടിൻ കുട്ടിയെ സക്കാത്തിൻ്റെ പേരിൽ തരാൻ അവർ വിസമ്മതിച്ചാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നായിരുന്നു സിദ്ദീഖിൻ്റെ നിലപാട്. പല വിപ്ലവങ്ങളെ പറ്റിയും നാം വായിച്ചിട്ടുണ്ട്. രാജ്യത്ത് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ, തൊഴിലാളികൾ, സാധുക്കളായ ആളുകൾ, ദരിദ്രന്മാർ സംഘടിച്ചുകൊണ്ട് മുതലാളിമാർക്കെതിരിലും പണക്കാർക്കെതിരിലും നടത്തിയ വിപ്ലവങ്ങൾ. ആ വിപ്ലവങ്ങളിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ സാമ്പത്തിക രംഗത്തുള്ള നാം ഇപ്പോൾ കേട്ട വിപ്ലവം. ഇവിടെ നേതാക്കളാണ്, ഭരണാധികാരികളാണ് സക്കാത്ത് കൊടുക്കണം, പാവപ്പെട്ടവൻ്റെ അവകാശം കൊടുക്കണം എന്നു പറഞ്ഞുകൊണ്ട് വിപ്ലവം നയിക്കുന്നത്. അവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. പാവപ്പെട്ടവരുടെ പ്രശ്നം പരിഹരിക്കാൻ നേതാക്കന്മാർ പണിയെടുക്കുകയും ഭരണകൂടം അതിനു വേണ്ടി യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നാം കാണുന്നത്. മറ്റു പല വിപ്ലവങ്ങളും പണക്കാർക്കെതിരിൽ പാവങ്ങൾ സംഘടിച്ചുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങളാണ്. രക്തരൂക്ഷിതമായ അത്തരം വിപ്ലവങ്ങളെക്കുറിച്ച് വായിച്ചു പഠിച്ചവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഉത്ബുദ്ധമായ ഈ സദസ്സ്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, സക്കാത്ത് ഇസ്ലാമികമായ പാവപ്പെട്ടവന് ലഭിക്കേണ്ട ഒരു അവകാശമാണെന്നാണ് മതത്തിൻ്റെ കാഴ്ചപ്പാട്. അത് തടയാൻ ആരെയും അനുവദിക്കില്ല. അത് പിടിച്ചു വാങ്ങണം. ഇസ്ലാമിക ഭരണകൂടം അതിനു വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തണമെന്നതാണ് ഇസ്ലാമികമായ അധ്യാപനം. സക്കാത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ധനമുള്ളവൻ. അവിടെ ഇസ്ലാമിനൊരു തത്വമുണ്ട്.
ധനമുള്ളവനെ സക്കാത്ത് നിർബന്ധമുള്ളൂ എന്നത് ശരിയാണ്. തിരുനബി അതിനെ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഇന്നമസ്വദഖത്തു അൻ ലഹിരി ഗിന, ദാനം നൽകേണ്ടത് ഐശ്വര്യത്തിൻ്റെ പുറത്തു കയറി നിന്നുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളവനാണ്, ധനികനാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നാണ്. പാവപ്പെട്ടവനോട് സക്കാത്ത് നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരാൾ ധനികൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? അയാളുടെ സ്വത്തായിരിക്കണം എന്നതാണ് അതിന് വെച്ചിട്ടുള്ള ഒരു ഉപാധി. ധനം സ്വന്തമായിരിക്കണം. മിൽക്കുത്താം എന്ന അറബിയിൽ പറയുന്ന പൂർണ്ണമായ ഉടമാവകാശം ഉള്ള സ്വത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിനൊരു തോത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ തോതെത്തിയാൽ സക്കാത്ത് കൊടുത്തു തുടങ്ങണം. സാധാരണഗതിയിൽ സക്കാത്ത് നിർബന്ധമാക്കുന്ന 4-5 വസ്തുക്കളുണ്ട്. സ്വർണവും വെള്ളിയുമാണ് പ്രധാനമായി എണ്ണിയിട്ടുള്ളത്. സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് നടത്തിയിരുന്ന വിനിമയങ്ങൾക്ക് പകരമായി കറൻസിയോ ദീനാറോ റിയാലോ ഡോളറോ എന്തു തന്നെയായാലും അതുകൊണ്ട് നടത്തിയിരുന്ന വിനിമയങ്ങൾക്ക് പകരം നിൽക്കുന്ന ഏത് നാണയങ്ങളും സ്വർണം വെള്ളി എന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അതിന് സക്കാത്ത് കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കേവലം 2.5%. 100 രൂപയ്ക്ക് 2.5 രൂപ പാവപ്പെട്ടവൻ്റെ അവകാശമായി നീക്കിവെക്കണം. കൃഷി ഉൽപ്പന്നങ്ങളാണ് മറ്റൊന്ന്. അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് 10%-ഓ 5%-ഓ ആണ്. 5% നൽകുന്നത് സാധാരണ വിളവുകൾക്കാണ്, സാധാരണ കൃഷിക്കാണ്, നനച്ചുണ്ടാക്കുന്ന കൃഷിക്കാണ്. നന ആവശ്യമില്ലാതെ മഴയോ കനാലുകളോ ഉപയോഗിച്ച് നടത്തപ്പെടുന്ന കൃഷി 10% അതിന് സക്കാത്ത് കൊടുക്കണം എന്നാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. 100 തേങ്ങ പറിക്കുന്നവൻ 10 തേങ്ങ പാവപ്പെട്ടവൻ്റെ അവകാശമായി നീക്കിവെക്കണം എന്ന്. ഇതുപോലെ ധാന്യങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു നിസാബുണ്ട്, കണക്കുണ്ട്, ഒരു തോതുണ്ട്. സ്വർണ്ണ നാണയങ്ങൾക്ക് സ്വർണത്തിനും വെള്ളിക്കും എന്ന പോലെ സ്വർണത്തിനും വെള്ളിക്കും 590 ഗ്രാം വെള്ളിയാണ് വെള്ളിയുടെ നിസാബായി തോതായി നിശ്ചയിക്കപ്പെടാറുള്ളത്. 200 ദിർഹം എന്നത് 590 ഗ്രാം വെള്ളി തൂക്കമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതുപോലെ 85 ഗ്രാം സ്വർണം, 20 മിസ്കാൽ എന്ന് പ്രവാചകന്റെ കാലത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്ന ദീനാർ അല്ലെങ്കിൽ മിസ്കാൽ 85 ഗ്രാം തൂക്കം വരും. ഇപ്പം 85 ഗ്രാം സ്വർണമുള്ളവൻ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്ന് നിർദ്ദേശം. 590 ഗ്രാം വെള്ളിയുള്ളവൻ 2.5% സക്കാത്തായി നീക്കിവെക്കണം. ധാന്യമാണെങ്കിൽ 6 കിൻഡൽ ഉപയോഗിക്കുന്ന ധാന്യം ലഭിക്കാൻ എത്ര വേണമോ, നെല്ല് നമ്മുടെ നാട്ടിലെ പ്രധാന കൃഷിയാണ്. സുമാർ 10 കിൻഡൽ നെല്ല് വിളയിച്ചെടുക്കുന്ന ഒരാൾ അതിൻ്റെ 5%-ഓ 10%-ഓ പാവപ്പെട്ടവൻ്റെ വിഹിതമായി മാറ്റിവെക്കണം. കാർഷികോൽപ്പന്നങ്ങളിൽ പ്രവാചകന്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഗോതമ്പ്, അതുപോലെ ബാർലി, ഈത്തപ്പഴം, മുന്തിരി തുടങ്ങിയവയ്ക്ക് മാത്രം സക്കാത്ത് മതി എന്ന് പറയുന്ന ചിലരുണ്ട്. ഇസ്ലാമിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളായ്മയാണ് ഈ പ്രസ്താവനയുടെ പിന്നിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഖുർആൻ പൊതുവായി പറഞ്ഞിട്ടുള്ളത് വആതൂഹും മിൻ മാലില്ലാഹി ലദീ ആതാക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കണമെന്നാണ്. ധനം എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം. ഈ ധനത്തിൽ എന്തെല്ലാം ഉൾപ്പെടുമോ അതല്ല. അതുപോലെ കാർഷികോൽപ്പന്നങ്ങളെ കുറിച്ച് ഖുർആൻ പ്രതിപാദിച്ചപ്പോൾ കുലൂ മിൻ സമരിഹി വആതു ഹഖഹു യൗമ ഹസാദിഹി എന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാം. ആ പലവർഗ്ഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക, ആളുകളുടെ അവകാശം വിളവെടുപ്പ് കാലത്ത് നിങ്ങൾ നൽകുക.
കാർഷികോൽപ്പന്നങ്ങളുടെ സക്കാത്ത് കൊടുക്കേണ്ടത് വിളവെടുപ്പ് കാലത്താണ്. വിളവെടുക്കുമ്പോൾ അതിൻ്റെ സക്കാത്ത് മാറ്റിവെക്കണം. 10% 5% കാലി സമ്പത്താണ് മറ്റൊന്ന്. അടുത്ത കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ കാലി സമ്പത്തിനെ കുറിച്ച് ചർച്ച വേണ്ടി വന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കാലി വളർത്തു കേന്ദ്രങ്ങളും അതു സംബന്ധമായിട്ടുള്ള പുരോഗമനപരമായ ചിന്തകളും ഉടലെടുത്തതുകൊണ്ട് അതും കൂടി പഠന വിധേയമാക്കേണ്ടതാണ്. അതോടൊപ്പം ഏത് വിധത്തിലുള്ള വരുമാന മാർഗങ്ങളുണ്ടോ ആ വരുമാന മാർഗങ്ങൾക്കനുസരിച്ച് സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. സക്കാത്ത് സ്വത്തിന് വെച്ചിട്ടുള്ള ഒരു ഉപാധി അത് വളർച്ച പ്രാപിക്കുന്നതാവണമെന്നാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതാവണം. വളരാത്ത വസ്തുക്കൾക്ക് ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല. നാം താമസിക്കുന്ന വീട്ടിന് സക്കാത്തില്ല. നമ്മുടെ ഭൂമിക്ക് സക്കാത്തില്ല. നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കോ വസ്ത്രങ്ങൾക്കോ സക്കാത്ത് ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളർച്ചയെത്തുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന, വികസനോന്മുഖമായിട്ടുള്ള സമ്പത്തുക്കൾക്കാണ് സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. തൻ്റെ ഉടമസ്ഥതയിലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസനോന്മുഖമായിട്ടുള്ള സമ്പത്തുകൾക്ക് സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അത് മറ്റേതെങ്കിലും വിധേനയുള്ള ആദായങ്ങളാണെങ്കിലും അതിന് സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന വാടക, അതുപോലെ കച്ചവട വസ്തുക്കൾ, കച്ചവടത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒരു വർഷത്തിൽ സ്റ്റോക്ക് എടുപ്പ് നടത്തി നമ്മുടെ ഷോപ്പിലോ കമ്പനിയിലോ കടയിലോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള വസ്തുക്കൾ കണക്ക് നോക്കി അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇങ്ങനെ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ള വസ്തുക്കളുടെ തോതും അതിൻ്റെ അവസ്ഥയും മനസ്സിലാക്കി കൃത്യമായി സക്കാത്ത് കൊടുത്താൽ ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ച മഹാത്ഭുതങ്ങൾ ഇവിടെയും ഉണ്ടാകും. ഒരു പ്രവചനത്തിൻ്റെ പുലർച്ചയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പണ്ട് ക്രിസ്ത്യാനിയായിരുന്ന, പുതുതായി ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന അദയ്യ് എന്ന സഹാബിയോട് സംസാരിക്കുന്ന ഒരു രംഗം ഹദീസ് ഗ്രന്ഥങ്ങളിൽ പകർത്തിയിട്ടുണ്ട്. അദയ്യിനോട് നബി ചോദിക്കുകയാണ്, അദയ്യ്, താങ്കൾ ഹീറ കണ്ടിട്ടുണ്ടോ എന്ന്. ഹീറ ഒരു പ്രദേശത്തിൻ്റെ പേരാണ്, ഇറാഖിലെ ഒരു പ്രവിശ്യയുടെ പേരാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. തിരുനബി ദീർഘദർശനം ചെയ്തു. ഹീറയിൽ നിന്ന് ഒരു സ്ത്രീ, തിരുനബി ഉപയോഗിച്ച പദം ലഈനത്ത് എന്നാണ്, യാത്രക്കാരി. ഒരു പെണ്ണ് തനിച്ച് ഹീറയിൽ നിന്ന് പുറപ്പെട്ട് ഹിജാസിലെ മക്കയിൽ എത്തി കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകുന്നൊരു കാലം വരും. ഒന്നും അവർക്ക് പേടിക്കേണ്ടി വരില്ല. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പറുദീസയായ ആ പ്രദേശത്തുകൂടെ ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യാൻ മാത്രം സുരക്ഷിതമായ ഒരവസ്ഥ ഈ നാടുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രവാചകന്റെ ദീർഘദർശനം. അദിയ് പറഞ്ഞു, പറയുന്നത് നബിയാണല്ലോ, ഞാൻ വിശ്വസിച്ചു. എൻ്റെ സ്വന്തം ഗ്രാമമായ തയ്യിൽ പോലും ഇങ്ങനെ ഒരവസ്ഥ സംജാതമാകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത കാലത്താണ് പ്രവാചകൻ എന്നോട് പറയുന്നത്, ഇറാഖിലെ ഹീറയിൽ നിന്ന് പുറപ്പെട്ട ഒരു സ്ത്രീ അവരുടെ സ്വന്തം ആട്ടിൻപറ്റങ്ങളെ ചെന്നായ പിടിക്കുമോ എന്നും സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചും ഉള്ള പേടിയല്ലാതെ, ആ ചെന്നായിയെ പറ്റിയുള്ള പേടിയും പിന്നെ അള്ളാഹുവിനെ പറ്റിയുമുള്ള ഭയമല്ലാതെ ഒരു കള്ളനെയും കൊള്ളക്കാരനെയും പേടിക്കാതെ പോകാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നബി പറയുന്നത് ഞാൻ നബി പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചു. പിന്നീട് അവിടുന്ന് എന്നോട് പറയുകയാണ്, ഇസ്ലാമിക സമൂഹം പീഡിതരായി കഴിഞ്ഞുകൂടുന്ന സാഹചര്യത്തിൽ പ്രവാചകന്റെ ദീർഘദർശനം പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം മുസ്ലിങ്ങളുടെ അധീനതയിൽ വരും. കുറച്ചു മുമ്പ് സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പ്
സോവിയറ്റ് യൂണിയൻ, അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഭാവമുണ്ടല്ലോ. അതുപോലെയാണ് അക്കാലത്ത് റോമും പേർഷ്യയും. റോമും പേർഷ്യയും ശക്തമായ രണ്ട് ഭരണകൂടങ്ങളാണ്. കൈസർ, കിസ്ര എന്ന അറബിയിൽ വിശേഷിപ്പിക്കുന്ന ഭരണാധിപന്മാർ ആ സ്ഥാനപ്പാരോടുകൂടെ അറിയപ്പെട്ടിരുന്നു. അതിൽ കിസ്ര ബിൻ ഹുർമുസിനെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്, പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം മുസ്ലിങ്ങളുടെ അധീനതയിൽ വരും. അതിക്ക് പറയുന്നു, ഞാൻ ചോദിച്ചു നബിയെ, അങ്ങ് പറയുന്നത് കിസ്ര ബിൻ ഹുർമുസിനെ കുറിച്ചാണോ? തീർച്ചയായും. അവിടുന്ന് പ്രതിവചിച്ചു, കിസ്ര ബിൻ ഹുർമുസ് തന്നെ, പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം മുസ്ലിങ്ങളുടെ അധീനതയിൽ വരും. അതിക്ക് പറയുന്നു, 3 കാര്യങ്ങളാണ് അന്ന് നബി എന്നോട് പറഞ്ഞത്. ആ 3 കാര്യങ്ങളിൽ 2 പുലർന്നു. ഇസ്ലാമിക സമൂഹത്തിന് സുരക്ഷിതത്വമുണ്ടായി. പൊതുവിൽ ആ നാട്ടിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും പകലും രാത്രിയും ഒരുപോലെ തനിച്ചും കൂട്ടായും ഒരു കള്ളനെയും കൊള്ളക്കാരനെയും പേടിക്കാതെ നടന്നു പോകാവുന്ന, യാത്ര ചെയ്യാവുന്ന സാഹചര്യം നമ്മുടെ നാടുകളിൽ കൈവന്നു. തിരുനബി പറഞ്ഞ ഇറാഖ് മുതൽ ഹിജാസിലെ മക്ക വരെയുള്ള പ്രദേശങ്ങളിൽ ആർക്കും നടന്നു പോകാവുന്ന സാഹചര്യമുണ്ടായി, ഒരു സ്ത്രീക്ക് പോലും. പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്നപ്പോൾ ഞാനുണ്ടായിരുന്നു. അത് ഈ പറയുകയാണ് ആ കൂട്ടത്തിൽ. ഇനി ഒന്നുണ്ട് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത്, അതാണ് തിരുനബി പറഞ്ഞ 3ാമത്തെ ഒരു പ്രവചനം. അതിക്ക് പറയുന്നു, ഞാൻ കാത്തിരിക്കുകയാണ്. നബി പറഞ്ഞതുകൊണ്ട് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം പറഞ്ഞു, നബി എന്നോട് പറഞ്ഞു, ഒരു കാലം വരും. അതിക്ക് ഏതാണ് ഈ കാലം? തിരുനബി പറയുന്ന കാലം പട്ടിണിയുടെ കാലമാണ്. പ്രവാചകന് പട്ടിണി, അനുയായികൾക്ക് പട്ടിണി. ഏതെങ്കിലും അതിഥികൾ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി കൊടുക്കുന്ന മാംസവും റൊട്ടിക്കഷ്ണങ്ങളും അതിലൊരു പങ്കെടുത്ത് സ്വന്തം മകൾ ഫാത്തിമയ്ക്ക് കൊടുത്തയക്കുന്ന അത്രയ്ക്ക് കൂടുതൽ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന നബിയാണ് വരാൻ പോകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ കുറിച്ച് പറയുന്നത്. ഒരു കാലം വരും, ദാനം ചെയ്യാൻ ധനവുമായി വീട്ടിൽ നിന്നിറങ്ങുന്നവന് അത് സ്വീകരിക്കാൻ ആളെ കിട്ടാതെ മടങ്ങിപ്പോവേണ്ട സ്ഥിതി വരും എന്നാണ് നബിയുടെ പ്രവചനം. അത്രയ്ക്ക് സമ്പൽ സമൃദ്ധമായ ഒരവസ്ഥ, സാമ്പത്തിക സുസ്ഥിതി കൈവരുന്ന ഒരവസ്ഥ മുസ്ലിംകൾക്കുണ്ടാകുമെന്ന് പ്രവാചകൻ ദീർഘദർശനം ചെയ്തു. അക്കാലത്ത് പ്രവാചകന്റെ പ്രവചനമാണത്. അത് ഈ കഥ പറയുമ്പോൾ ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള ഈ റിപ്പോർട്ട് അനുസരിച്ച് അതിയിൽ നിന്ന് ഈ കഥ കേൾക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നു, നബി 3 കാര്യങ്ങൾ പറഞ്ഞതിൽ 2 അനുഭവിച്ചു, ഞാൻ അനുഭവസ്ഥനാണ്. 3ാമത്തേത് ഞാൻ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പുകൾക്ക് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മുസ്ലിം ലോകത്ത് ഈ അത്ഭുതം സംഭവിച്ചു. അതാണ് ഇസ്ലാമിക സാമ്പത്തിക ക്രമങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള പ്രമുഖന്മാർ, അബൂ ഉബൈദയെ പോലുള്ള ആളുകൾ കിതാബുൽ അംവാൽ തുടങ്ങിയ ധനപരമായ കാര്യങ്ങളെപ്പറ്റി എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ചേർത്തിട്ടുള്ള ഒരു സംഭവം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണകാലത്ത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണകാലം ഹിജ്റ വർഷം 99, 100, 101 കാലയളവാണ്. ഈ കാലയളവിൽ ഭരണം നടത്തിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇറാഖിൽ നിന്ന് പിരിച്ചെടുത്ത സക്കാത്തിനെ കുറിച്ച് ഒരു കത്തിടപാട് നടത്തി അവിടെയുള്ള ഗവർണർ അബ്ദുൽ ഹമീദുമായി. പിരിച്ചെടുത്ത സ്വത്തുക്കൾക്ക് അവകാശികളില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീണ്ടും അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അവരുടെ കടം കിട്ടിയോ? അനാഥരുടെ പ്രശ്നം പരിഹരിച്ചോ? വിവാഹം ചെയ്യാനുള്ള ആളുകളുടെ പ്രശ്നം പരിഹരിച്ചോ? അദ്ദേഹം പറഞ്ഞു, അങ്ങാടിയിൽ വിളംബരം ചെയ്തു, ഐനൽ നാക്കിഹൂൻ, ഐനൽ ഗാരിബൂൻ, ഐനൽ മസാക്കീൻ, ഐനൽ യതാമ. അഗതികളുണ്ടോ? ദരിദ്രരുണ്ടോ? അഗതികളുണ്ടോ? യതീമുകളുണ്ടോ? അനാഥരുണ്ടോ? കടക്കാരുണ്ടോ? വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പണമില്ലാതെ വിവാഹം മുടങ്ങി നിൽക്കുന്നവരുണ്ടോ? എല്ലാവരുടെ പ്രശ്നവും പരിഹരിച്ചു. ഇവിടെ എല്ലാവരുടെ പാവങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു.
ഇനി ബൈത്തുൽ മാലിലേക്ക്, കേന്ദ്രത്തിലേക്ക് സക്കാത്തിന്റെ വിഹിതം അയക്കുകയാണ്. അവകാശികളില്ലാത്ത ചരിത്രം ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചു. പ്രവാചകന്റെ പ്രവചനത്തിന്റെ പുലർച്ചെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും ഇതുപോലെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സക്കാത്ത് സ്വീകരിക്കാൻ അവകാശികൾ ഇല്ലാത്ത സാഹചര്യം. ഈ ഒരവസ്ഥയിലേക്ക്, സാമ്പത്തിക സുസ്ഥിതിയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരാൻ, രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ സക്കാത്ത് എന്ന സംവിധാനത്തിന് സാധിക്കും. ഓരോ ധനികനും തൻ്റെ ധനത്തിൻ്റെ കൃത്യമായ അളവ്, തോത് നിശ്ചയിച്ചുകൊണ്ട് വർഷത്തിൽ ഒരു തവണ മാത്രം ആവർത്തനമില്ലാത്ത സക്കാത്ത് നൽകുമ്പോൾ കൃത്യമായും പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അവിടെ നോക്കൂ, എല്ലാ വിഭാഗത്തെയും പരിഗണിച്ചിരിക്കുന്നു. 8 വിഭാഗങ്ങൾക്കാണ് സക്കാത്ത് പങ്കുവെക്കേണ്ടത്. ഫക്കീർ, മിസ്കീൻ. ഫക്കീർ സാധാരണ നിലക്ക് സാമാന്യമായി പറഞ്ഞാൽ 10 രൂപ വേണം ജീവിക്കാൻ. 5 രൂപ പോലും ഒപ്പിക്കാൻ പറ്റാത്തവരെ പറ്റിയാണ് സാമാന്യമായി ഫക്കീർ എന്ന് പറയാം. മിസ്കീൻ 10 രൂപ വേണം, പക്ഷെ 8, 9 ഒപ്പിക്കാൻ അയാൾക്ക് കഴിയും. എന്നാൽ ആരോട് ചോദിക്കില്ല. അടക്കി പിടിച്ച് സഹിച്ച് ജീവിക്കുന്നവനാണ് മിസ്കീൻ. കണ്ടാൽ പണക്കാരനാണെന്ന് തോന്നും. മാന്യമായി ജീവിക്കുന്നവൻ, അവനാണ് മിസ്കീൻ. പിന്നെ ഒരു കൂട്ടർ കടക്കാരാണ്. കടമുള്ളവരുടെ കട വീട്ടണം, അതിനാണ് സക്കാത്ത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓരോ വിഭാഗത്തെയും എണ്ണി പറയുന്നില്ല. അതിലൊന്ന് നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരാണ്, ആമിലീന അലൈഹ എന്ന് പറയുന്ന. പിന്നെ ഇസ്ലാമുമായി ഹൃദയം ഇണക്കപ്പെട്ടവർ, ബോർഡറുകളിൽ ജീവിക്കുന്ന ആളുകൾ, ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നവർ. ഇതുവഴി അവർക്ക് ഇസ്ലാമിന് നേട്ടമുണ്ടാകുമെന്ന് തോന്നുന്ന വിവിധ വകുപ്പുകൾ. അതിൽ പൊതുവായ ഒന്നാണ് ഫീ സബീൽ, ദൈവമാർഗം. മതപ്രബോധനത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുടങ്ങി സാമുദായികമായ പുരോഗതിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള രംഗങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ് ഈ പൊതുവകുപ്പ്. വഴിപോക്കനെ പോലും മതം പരിഗണിച്ചു. മാന്യനാണ്, ധനികനാണ്, പക്ഷെ നാട് വിട്ടു ഉള്ളത് നഷ്ടപ്പെട്ട ഒരാൾ. ഇസ്ലാമിക ഭരണ സംവിധാനം അനുസരിച്ച് അയാൾ ആരുടെ മുന്നിലും യാചിക്കേണ്ടതില്ല. സക്കാത്ത് സംവിധാനം അയാളെ സംരക്ഷിക്കണം. ഈ വിധത്തിൽ സമൂഹത്തിൽ കൃത്യമായി നടപ്പാക്കപ്പെട്ടാൽ യാചകന്മാരില്ലാതെ പാവപ്പെട്ടവന്റെ പ്രശ്നം മുഴുവനും പരിഹരിക്കുന്ന മാന്യമായ വിധത്തിൽ സമൂഹത്തിന് ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യമാണ് സക്കാത്ത്. നേരിട്ടൊരു പണക്കാരൻ്റെ സക്കാത്ത് സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന വിഷമമോ മാനസിക പ്രതിസന്ധിയോ സക്കാത്ത് കൃത്യമായ സംവിധാനത്തിൽ നടത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്നുമില്ല. മുതലാളിയെ കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ, പണക്കാരനെ കണ്ടാൽ ഒന്ന് ആദരിച്ചില്ലെങ്കിൽ അടുത്ത ലിസ്റ്റിൽ അയാളുടെ പേര് വെട്ടു. ഇസ്ലാമിക സംവിധാനം അനുസരിച്ച് സക്കാത്ത് സ്വരൂപിച്ച് വിതരണം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നവനും ദാതാവും സ്വീകർത്താവും തമ്മിൽ നേർക്കുനേരെ ബന്ധമില്ല. ഇയാൾ സക്കാത്ത് പൊതു ഫണ്ടിൽ ഏൽപ്പിക്കുന്നു. സക്കാത്ത് സെല്ലിലോ സക്കാത്ത് സംവിധാനമുള്ള സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. അവരാണ് ആർക്ക് സക്കാത്ത് കൊടുക്കണം അവകാശികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതും നൽകുന്നതും. ഇതാണ് സംഘടിതമായ ഇസ്ലാമിക സക്കാത്തിന്റെ പ്രാധാന്യം. ഇത് നടപ്പാക്കപ്പെട്ടാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മറ്റൊരു കാര്യവും വേണ്ടിവരില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഈ ആശയങ്ങൾ സ്വീകരിക്കുന്നവർ എത്ര പേരുണ്ട് എന്നതാണ്. അള്ളാഹു ഗൗരവതരമായ താക്കീതുകളാണ് ഇത് സംബന്ധിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത്. സക്കാത്ത് കൊടുക്കാത്തവർക്കെതിരിൽ ശക്തമായ താക്കീതുകൾ ഖുർആൻ നൽകുന്നു. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി ഹുവ ഖൈറൻ ലഹും
ബൽ ഹുവ ശർറുൽ ലഹും, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ നൽകിയതിൽ പിശുക്ക് കാണിക്കുന്നവർ നന്മയാണ്, നല്ലതാണ് താങ്കൾ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. അതവർക്ക് തിന്മയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് തിന്മയാണ്, ഷർറാണ്. പിശുക്ക് കാണിക്കുന്നത് വഴി നമുക്ക് നന്മ കൈവരുന്നു എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് നിങ്ങൾക്ക് ഷർറാണെന്നാണ് ഖുർആന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും തൻ്റെ കാര്യത്തിൽ തനിക്ക് സക്കാത്ത് നിർബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. ഏറെ വിശദീകരിക്കേണ്ട ഒരു വിഷയത്തെ വളരെ സംക്ഷിപ്തമായി വളരെ ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുമ്പോൾ ചില അവ്യക്തതകളുണ്ടാകും. ക്ഷമിക്കുക. ധനത്തിന് നേരത്തെ പറഞ്ഞ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും നിസാബിനെ കുറിച്ച് നാം പറഞ്ഞു. ഇന്ന് നമ്മൾ ആരും വിനിമയത്തിന് നേർക്ക് നേരെ വെള്ളിയും സ്വർണവും അല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ കറൻസിയാണ്. ഇതിനെങ്ങനെ സക്കാത്ത് കണക്കാക്കും? തോത് ഏത് നിശ്ചയിക്കണം, ഏതിനെ അടിസ്ഥാനമാക്കണം എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. സ്വർണമാണ് എന്ന് ചിലർ, ധനികരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നവർ സ്വർണമാണ് അടിസ്ഥാനമായി കണക്കാക്കേണ്ടത് എന്ന അഭിപ്രായക്കാരാണ്. പാവങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നവർ വെള്ളിയാണ് എന്ന അഭിപ്രായക്കാരാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. നബിയുടെ കാലത്ത് സ്വർണത്തിന് നിശ്ചയിച്ച നിസാബ് തോത് 20 മിസ്കാലാണ്. വെള്ളി 200 ദിർഹമാണ്. 20 മിസ്കാലും 200 ദിർഹമും അന്ന് വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും വിലയിലെ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടാണ് 200 ദിർഹമിൻ്റെ വിലയും 20 മിസ്കാലിൻ്റെ വിലയും ഏകദേശം ഒന്നായിരുന്നു. ഇന്നിപ്പോൾ ഈ കണക്ക് വെച്ച് 85 ഗ്രാം സ്വർണത്തിനും വെള്ളിയുടെ നിസാബായ 590 ഗ്രാം വെള്ളിയുടെയും വില വളരെ വലിയ വ്യത്യാസത്തോടു കൂടെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് എന്ത് അടിസ്ഥാനമായി കണക്കാക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും പ്രസക്തമാണ്. 590 ഗ്രാം വെള്ളിയുടെ വിലയ്ക്കുള്ള തുക അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചു വർഷത്തിൽ മിച്ചം വരുന്നവർ 2.5% സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മതയാണ്. എന്നാൽ ധനപരമായ കാര്യങ്ങളുടെ വിനിമയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരു തുകയാണ് 590 ഗ്രാം വെള്ളിയുടെ വില എന്ന് പറയുന്നത്. 85 ഗ്രാം സ്വർണത്തിൻ്റെ വിലയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ തെല്ലുകൂടി പണക്കാരുടെ ഭാഗത്ത് നിന്ന് സക്കാത്ത് ദാതാക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നവർ അതാണ് പ്രസക്തം എന്ന് പറയുന്നു. ഞാൻ ആദ്യം പറഞ്ഞ സൂക്ഷ്മത എപ്പോഴും 590 ഗ്രാം വെള്ളിയുടെ തുക അടിസ്ഥാന ആവശ്യം കഴിച്ചു മിച്ചമുള്ളവർ 2.5% കൊടുക്കുന്നതാണ്. 2.5% എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചായപ്പീടികയിൽ കയറി, ഒരു ബൂഫിയയിൽ കയറി ഒരു ചായ കുടിച്ചാൽ അതിന് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? 2.5 രൂപയാണ്. 100 രൂപയ്ക്ക് 2.5 രൂപയാണ് സക്കാത്തായി കൊടുക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്, ചെറിയ ഒരു തുക. ഇതിൽ മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 6 കിൻഡൽ അരി, സാധാരണ ധാന്യങ്ങളുടേത് പ്രധാനപ്പെട്ട ധാന്യം എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ 6 കിൻഡൽ അരി വിളയിക്കാൻ ആവശ്യമായ നെല്ല് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ 10% 5% സക്കാത്ത് കൊടുക്കണം, നീക്കി വെക്കണം. എന്നാൽ തേങ്ങയും ഏലവും റബ്ബറും ചായത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെയുള്ളവർക്ക് ലക്ഷക്കണക്കിന് അടക്ക പറിക്കാനുള്ളവൻ, 10,000-കണക്കിന് തേങ്ങ വലിക്കാനുള്ളവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് എന്താണ് അടിസ്ഥാനം?
ചിലർ പറയാറുള്ളത് അവരിൽ പ്രമുഖന്മാരുണ്ടാവാം, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ടാവാം. അവരോടുള്ള എല്ലാ ആദരവുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, എത്രമേൽ പ്രമുഖനാണെങ്കിലും മനുഷ്യരാണല്ലോ. ഇസ്ലാമിൻ്റെ ചൈതന്യം, ഖുർആനികമായ ആശയങ്ങൾ, പ്രവാചകന്റെ കാലത്ത് നടപ്പാക്കപ്പെട്ടിട്ടുള്ള രീതികൾ പരിശോധിക്കുമ്പോൾ, ഖുർആന്റെ പൊതു നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന് ഏത് കാർഷികോൽപ്പന്നങ്ങളും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ നിർവാഹമില്ല. അപ്പോൾ തേങ്ങയ്ക്കും അടയ്ക്കും എങ്ങനെ നിസാബ് കണക്കാക്കുമെന്നാണ് ചിലർ ചോദിക്കാറുള്ളത്. 6 കിൻഡൽ അരിക്ക് എത്ര വില വരുമോ അത്രയും വിലക്ക് തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നവൻ, അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്നവൻ അതിൻ്റെ 5% 10% സക്കാത്ത് കൊടുക്കണം. ലക്ഷക്കണക്കിന് തേങ്ങ പറിക്കുന്ന മുതലാളി തേങ്ങയ്ക്ക് സക്കാത്ത് വേണ്ട എന്ന കർമ്മശാസ്ത്രത്തിലെ വരണ്ട തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിധിക്കുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് തൻ്റെ അര ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടാക്കുന്ന പാവപ്പെട്ട കർഷകനിൽ നിന്ന് 10% അരി നെല്ലിൻ്റെ പേരിൽ സക്കാത്ത് സ്വീകരിക്കുകയും ചെയ്യാൻ ഫത്വ കൊടുക്കുന്ന രീതി തികച്ചും പൊരുത്തപ്പെടാത്തതാണ്. ഏലവും റബ്ബറും കൃഷി ഇറക്കുന്ന ആയിരക്കണക്കിന് ഷീറ്റ് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനോട് സക്കാത്തിനെ കുറിച്ച് നാം സംസാരിക്കാതിരിക്കുകയും ഈ പാവപ്പെട്ട കർഷകന്റെ സക്കാത്ത് സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നതിന് എന്താണ് അർത്ഥം? അപ്പൊ എല്ലാ ധനത്തിനും ഖുർആൻ ധനം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആതൂഹും മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഇത് ധനമാണ്. ആ ധനത്തിൻ്റെ വിഹിതം നോക്കി, തോത് നോക്കി സക്കാത്ത് നൽകപ്പെടുന്ന രീതി നടപ്പാക്കപ്പെടണം. ഈ കൂട്ടത്തിലൊന്നാണ് സ്ഥിര വരുമാനമുള്ള എഞ്ചിനീയർമാരുടെയും ഡോക്ടർമാരുടെയും വിദഗ്ധ തൊഴിലാളികളുടെയും ഒക്കെ ശമ്പളം, അധ്യാപകരുടെ ശമ്പളം, ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം. ശമ്പളത്തിന് സക്കാത്ത് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പാടുണ്ടോ? സ്ഥിരമായ വരുമാനമാണത്. അത് നമുക്കുണ്ടാകുന്ന വരുമാനമാണ്. മാസാമാസം നമ്മുടെ കൈകളിൽ വരുന്ന, ദിനേന എന്ന പോലെ നമ്മുടെ കൈകളിൽ വന്നുകൊണ്ടിരിക്കുന്ന, തൊഴിലിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനമാണ്. ഈ വരുമാനത്തിന് സക്കാത്ത് വേണ്ടെന്ന് വെക്കാൻ എന്താണ് ന്യായം? അതുകൊണ്ട് അൽ മാലുൽ മുസ്തഫാദ് എന്ന ഗണത്തിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള ഈ ധനത്തിനും ശമ്പളത്തിനും വരുമാനത്തിനും അതിൻ്റെ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്ന രീതി ഉണ്ടാവണം. മതം ഇടപെടുന്നൊരു കാര്യമുണ്ട്. മനുഷ്യരെ മതം പരിഗണിക്കുന്നു. തിരുനബിയോട് ഒരാൾ ചോദിച്ചു, നബിയെ, എൻ്റെ ദിർഹം, എൻ്റെ അടുത്ത് ഒരു ദിർഹമുണ്ട്, അംഫിക് അലൈക്ക്, അത് നിനക്ക് വേണ്ടി ചിലവാക്കാം നിന്റെ കാര്യത്തിന്. എന്തി ദിർഹമാൻ, 2 ദിർഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അംഫിക് അഹ്ലിക്, നിന്റെ കുടുംബത്തിന് കൊടുക്ക്. അദ്ദേഹം കൂട്ടി കൂട്ടി പറയും തോറും പ്രവാചകൻ ആ വൃത്തം വികസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് മതത്തിൻ്റെ ഒരു സുപ്രധാനമായ വശമാണ്. ഒന്നാമത് നമ്മുടെ പ്രശ്നം, അത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അടിസ്ഥാന ആവശ്യം എന്ന ഒരു വശത്തിന് മതം ഊന്നൽ കൊടുക്കുന്നു. ഒരാളുടെ അടിസ്ഥാന ആവശ്യം കഴിച്ച് മിച്ചമുള്ളതിൽ നിന്നാണ് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ചോദ്യവും മറുപടിയുമുണ്ട്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫു, അവർ നിന്നോട് ചോദിക്കുന്നു എന്താണ് കൊടുക്കേണ്ടത്, ചെലവഴിക്കേണ്ടത് എന്ന്. നീ പറയുക ഖുലിൽ അഫു, മിച്ചമുള്ളത്. അടിസ്ഥാന ആവശ്യം കഴിച്ച് മിച്ചമുള്ളതിൽ നിന്നാണ് സക്കാത്ത്. അടിസ്ഥാന ആവശ്യം ഓരോരുത്തരുടേതും വ്യത്യസ്തമായിരിക്കാം. ഒരു വീട്ടിൽ അയാൾക്ക് സാമ്പത്തികമായി സുസ്ഥിതി ഉണ്ടെന്ന് വിചാരിക്കുക, എല്ലാവർക്കും ജോലി.
പക്ഷെ ആ വീട്ടിൽ മാരകമായ രോഗമുള്ള ഒന്നോ രണ്ടോ ആളുകളുണ്ട്. അവിടെ ഒരുപക്ഷെ ഈ രോഗചികിത്സയ്ക്ക് വേണ്ടി വരുന്ന വമ്പിച്ച തുക കാരണം അയാൾ സക്കാത്ത് നൽകേണ്ടി വരില്ല. ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു കുടുംബം, രോഗമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതായും വരും. അപ്പം അടിസ്ഥാന ആവശ്യങ്ങൾ ആപേക്ഷികമാണ്. ഒരു വിദ്യാർത്ഥി അവൻ്റെ ഫീസും പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും എല്ലാം അടിസ്ഥാന ആവശ്യമായി പരിഗണിക്കാം. വീട്ടിലെ ടെലിഫോണും വാഹനവും വാടകയും അതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് നേരത്തെ പറഞ്ഞ വിധത്തിൽ ഒരു വർഷത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്ന അതിൻ്റെ തോതനുസരിച്ച് ആർക്കൊക്കെ വരുമാനമുണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള വരുമാനമുണ്ടോ അവർ സക്കാത്ത് നൽകണം. ഇതാണ് മതത്തിൻ്റെ തീരുമാനം. സക്കാത്ത് നൽകുക അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശമാണ്. മുസ്ലിം ഏറ്റവും പ്രധാനമായ 5 കാര്യങ്ങളിൽ, ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. അതിൻ്റെ പ്രാധാന്യം പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.